കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നിടുന്നു. ചേട്ടന് രണ്ടെണ്ണം എടുത്തോ. ഫിക്സ്ഡ്. വലിയ തൊപ്പിയാണോ? വേണം. ചേട്ടാ ഒരു മിനിറ്റ്, തൊപ്പി നോക്കട്ടെ. ഹായ് ഗൈസ്, ഞങ്ങൾ ഇവിടെ ബ്രോഡ്വേയിൽ വന്നേക്കാണ്. നമുക്ക് ക്രിസ്മസ് ആയല്ലോ, അപ്പൊ ക്രിസ്മസ് ഡെക്കറേഷന്റെ ഐറ്റംസ് മേടിക്കാനായിട്ട് ബ്രോഡ്വേ വന്നേക്കാണ്. വന്നപ്പോൾ തന്നെ എൻ്റെ തൊപ്പി മേടിച്ച് തല കയറിയിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ കം ലെറ്റ്സ് ഷോപ്പ് ഫോർ ദിസ് ക്രിസ്മസ് ഡെക്കോർ. കം ഓൺ. ഓ എടി, ഡോറിന്റെ മുമ്പിൽ ഇത് തൂക്കണോ? റീത്ത് തൂക്കണോ? 150 രൂപ. ഇവിടെ അല്ല, ഇത് ഉള്ളിലേക്കുള്ള കടകളുടെ റേറ്റ് കൂടുതലാണ്, പുറത്തോട്ട് പോവാം. ചേട്ടാ ഒരു ഇത്ര ഉള്ള പപ്പാനീനെ ഉണ്ടാക്കാനായിട്ട് എത്ര വേണ്ടി വരും? രണ്ടു കൂടാ 200 രൂപയ്ക്കാ? 4 കൂടാ. പപ്പാനീനെ ഉണ്ടാക്കാനുള്ള പഞ്ഞി വാങ്ങിച്ചിട്ടുണ്ട്. പപ്പാനീനെ ഉണ്ടാക്കാനുള്ള ഡിസ്നിലാൻഡ് എങ്ങനെയുണ്ടാവും? ചേട്ടാ എന്താ റേറ്റ്? 330. സെക്കൻഡ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞേ. എന്തായിരുന്നു കടയുടെ പേര്? അലൻ ബേബി ഷോപ്പ്. അലൻ ബേബി ഷോപ്പിൽ നമ്മൾ ലൈറ്റ് മേടിക്കാൻ കയറി കിടക്കാം. നല്ല ബമ്പർ ഡിസ്കൗണ്ടുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേക്ക്. ഇതിപ്പോ കാണുന്നതെല്ലാം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് പറ്റണത് വാങ്ങിക്കാം. ഇത് വേണോ? അത്രയും വലിയ ബോൾസ് ട്രീയിൽ വെക്കണോ? ഇവിടെ ഫാൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ബോളിന് പകരം ഇതും റിബണും പോയാലോ? ഈ ഗ്ലിറ്ററിന്റെ ഡ്രസ് പപ്പാനി ഉണ്ടോ? കസ്റ്റമൈസ്ഡ് പപ്പാനി. വലിയ ട്രീ ആണോ? നമ്മള് ബാക്കി ഡെക്കറേഷന്റെ സാധനങ്ങൾ തപ്പി നടക്കുകയാണ്. എവിടെ പോയാലും ഗൈസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കട മുഴുവൻ പെറുക്കി വേഗം പെറുക്കി എടുക്കും കൂട്ടി. ഇത് പക്ഷേ ഇത് ഓക്കെ ആണ്, പക്ഷെ കട്ടിയില്ല. അപ്പൊ നമുക്ക് ഇതെടുക്കാം. ചേട്ടാ 90 രൂപ ഒരെണ്ണത്തിനാ? നമുക്ക് എത്ര എണ്ണം വേണ്ടി വരും? 2-3 പോരെ? 3 വേണ്ടി വരും. ചേട്ടാ ഈ ക്രിസ്മസ് പപ്പാനി ഡ്രസ് വേണം. പൈസല്ല ഞങ്ങൾക്ക് ഉണ്ടാക്കാനാ. ഇതിനേക്കാൾ ഇത്തിരി കൂടെ വലുതുണ്ടാവോ? ആണോ? ഇത് ഇതിന്റെ ഒരു പൊടിക്ക് വലുതെടുത്തോ? മറ്റേ ബാഗും ഉണ്ടാവൂലേ? സെറ്റ്. അതെ, നമുക്ക് അപ്പാനിയുടെ മുഖം മൂടി മേടിക്കാം. പനീനെ വേണ്ടത്? ഇത് അപ്പൂക്ക പപ്പാനിയാണ്. വേണ്ട, കുഞ്ഞിപ്പപ്പാനി മതി. ഇത് മതിയില്ലേ? ഹായ്. ഇതാ 90 രൂപ. ഇത് 2 എടുത്തോ. ഇതിലേതാ നല്ലത്? ഇതിലല്ലത്. എന്നിട്ടിറങ്ങിലുണ്ട്. ഇവിടെ ചേട്ടാ നമസ്തേ. ഇവിടെ പോയില്ലേ? ഹലോ. ഞാൻ പറയാം ഹലോ. നീ പോയി പറയാലോ. എടി മില്ലേ പാ. കണ്ണി കത്തിരിപ്പ് ഞാൻ കൂടെ പാടണം. वो पाडल करेगा. कम पाड़. माइक ऑफ हो गया बेटी. हेलो.
കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നിരുന്നു കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും കേട്ടു സർക്കസ് ഒപ്പേ അടുത്ത ദിവസം പപ്പാനി എസ്കലേറ്ററിൽ കയറി പോലും തലകുത്തി വീട്. ഇത്രയും വലിയ സംസാരം വേണ്ടത് വലുതല്ലേ ഉണ്ടാവും. ജിപേ പ്രൈസ് ഞങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മിഡ് വേ ഷോപ്പിംഗ് ആയി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ഇതെന്താ ലൈറ്റ് കത്തി കൊടുത്തിരിക്കുന്നു? അത് മറ്റേ മോളിക്ക് ഞാനും പ്രീമിയറോ റിബൺ ആൾക്കാരൊക്കെ നമ്മളെന്നെ റിബൺ ഉണ്ടാക്കി അലമ്പായി പോവോ? പിന്നല്ലേ പോയി നോക്കിട്ട് അവിടെ റെഡിമെയ്ഡ് റിബൺ കിട്ടുമോ നോക്കാം. അവിടെ എടുത്തോണ്ടിരിക്കുന്ന തലയുടെ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് റിബൺ കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ മേടിക്കാം, റോൾ മേടിക്കാം. ഹായ് കൊള്ളാലേ, കൊള്ളാം. 4 മീറ്റർ 100 രൂപയുള്ളൂ. ഇത് ഏതാ കട ചേട്ടാ? ഈ കടയുടെ വരുന്നതാണ് മനോരഞ്ജന മനോര ക്രിയേഷൻ. മനോര ക്രിയേഷൻസിൽ ഇത് 4 മീറ്റർ 100 രൂപയുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് വാങ്ങിച്ചോ, സാധനം കൊള്ളാം. നല്ലതാണ്. ചേട്ടോളി 190 ചെറുതുണ്ടോ? ആ ബാബാ 190. അത് മേടിച്ചോ പോരെ, അത് മേടിക്കാം. അഞ്ചില് ബാ വേണ്ട 330. ആ വേണ്ട 20 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. വേണോ? ടേബിള് വെക്കാനുള്ള സാധനം മേടിച്ചില്ല കേട്ടാ. എങ്ങനെ വർക്കിലൊക്കെ ഉണ്ടെങ്കിൽ തെണ്ടോ പോയാ വീട്ടിലല്ല തിരിയാ പോരെ. ഈ ഡിയറിന് എത്ര? ബില്ല് 150. താങ്ക് യു. 100 സ്കാൻ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഡെക്കറേഷൻ ബ്ലോഗായിട്ട് നമുക്ക് അടുത്തത് രണ്ടാമത് വരാം. സെറ്റപ്പ് ഷോപ്പിംഗ് ചെയ്ത് വയ്യാണ്ടായി ഭയങ്കര ക്രൗഡ്. ഞങ്ങളുടെ പോക്കറ്റിലെ പൈസയൊക്കെ തീർന്നിട്ടുണ്ട്. നിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ ഡെക്കോറും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇട്ട് വരുന്ന വ്ളോഗ്സ് കാണാം. അതുവരേക്കും ബൈ ബൈ. വീട്ടിൽ നിന്ന് വിളിക്കാത്തതാണോ?